ഭൂമി, നമ്മുടെ സ്വന്തം ഗ്രഹം. അനന്തമായ ആകാശഗംഗയിൽ ഒരൊറ്റ നീലബിന്ദുവായി അന്തരീക്ഷത്തിൽ സ്വയം വലം വയ്ക്കുന്ന അത്ഭുതം. ഈ ഭൂമിയെക്കുറിച്ച് ഇന്ന് പറയുന്ന സത്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരാതന ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ഈ അത്ഭുത ബന്ധത്തെ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് ഭൂമിയും ബൈബിളും എന്ന ഈ പ്രത്യേക എപ്പിസോഡിൽ. ഭൂമി വൃത്താകാരമാണ് എന്ന് പറഞ്ഞ ബൈബിൾ. ക്രിസ്തുവിന് മുൻപ് 700 എഴുതപ്പെട്ട ഒരു വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൻ ഭൂമണ്ഡലത്തിന്മേൽ ഇരിക്കുന്നു. He sits above the circle of the earth. ഇന്ന് ശാസ്ത്രം സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഭൂമി ഒരു ഗോളമാണ് എന്ന്. പക്ഷെ ഈ അറിവ് ആ കാലത്തെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. പുരാതന സംസ്കാരങ്ങൾ വിശ്വസിച്ചിരുന്നത് ഭൂമി ഫ്ലാറ്റാണ്. ഏതൊരു വലിയ കല്ലിന്മേൽ ഭൂമി ഇരിക്കുന്നു, അല്ല എങ്കിൽ ആരുടെയോ സഹായത്താൽ സപ്പോർട്ടിനാൽ നിലനിൽക്കുന്ന എന്ന് അവർ പഠിച്ചു പോകുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബൈബിളിൽ എഴുതി ഭൂമി വൃത്താകാരമാണ് എന്ന്. ആധുനിക ശാസ്ത്രത്തിൽ പൈതഗോറസും കൊളംബസും 20-ാം നൂറ്റാണ്ടിലെ സ്പേസ് ഇമേജുകളും ഭൂമി വൃത്താകാരമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിൾ ഇത് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. വിശ്വാസമോ ശാസ്ത്രമോ എന്നതല്ല ഇവിടെ കാര്യം. ഒരു പുരാതന ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ശാസ്ത്ര സത്യം എന്നതാണ് അത്ഭുതം. ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ ബൈബിൾ. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുകയാണ്, ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്ത്യത്തിന്മേൽ തൂക്കുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് പറയുകയാണ്, അവൻ ഭൂമിയെ ഒന്നിന്മേലും ആശ്രയിച്ച് നിർത്തുന്നില്ല. ആ കാലത്ത് മനുഷ്യർ ചിന്തിച്ചിരുന്നത് ഭൂമി ആനയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ആമയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു, വലിയ ഏതോ പാറക്കഷ്ണത്തിന്മേൽ സ്ഥിതി ചെയ്യുന്നു എന്നിങ്ങനെയാണ്. പക്ഷേ ബൈബിളിലെ ഒരു ലളിതമായ വാക്ക് ഇങ്ങനെയാണ്, ഒന്നിന്മേലും ആശ്രയിച്ചിട്ടില്ല. ഇന്ന് ശാസ്ത്രം പറയുന്നു എർത്ത് ഈസ് സസ്പെൻഡഡ് ഇൻ സ്പേസ്. ഭൂമി ശൂന്യതയിലാണ്. അതിനെ പിടിച്ചു നിർത്തുന്നത് അദൃശ്യമായ സ്പർശിക്കാനാകാത്ത ഒരു ശക്തി, ഗ്രാവിറ്റി. 1687 ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടെത്തുന്നതിന് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, ഈ വചനം ഭൂമിയുടെ സ്ഥിതിയെ അത്ഭുതകരമായി വിശദീകരിച്ചു. ഭൂമി മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗത്തിൽ തന്റെ അച്ചുതണ്ടിൽ ചുറ്റുന്നു. സൂര്യനെ ചുറ്റുന്നത് 1,00,000 കിലോമീറ്റർ വേഗത്തിലാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും ഭൂമിയിലെ ഒരു വസ്തുവും സ്പേസിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. കാരണം ഒരു അദൃശ്യമായ ശക്തി, കോസ്മിക് ബാലൻസ് ആണ് ഇതിനെ നിലനിർത്തുന്നത്. യോബിന്റെ പുസ്തകത്തിലെ വാക്ക് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ സത്യവുമായി
കൃത്യമായി ഒത്തുപോകുന്ന ഒന്നാണ്. സമുദ്രങ്ങളുടെ അതിരുകളും പ്രവാഹങ്ങളും. കടൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന ജലസമൂഹമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കടലിനെ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യ പ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ അലച്ചാലും അതിർ കടക്കുകയുമില്ല. ആധുനിക ശാസ്ത്രം പറയുന്നത് സമുദ്രങ്ങളുടെ അതിർത്തികൾ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ പുൾ മൂലം സ്ഥിരമായി നിലനിൽക്കുന്നു. അതിൻ പ്രകാരം വേലിയേറ്റവും വേലിയിറക്കവും എത്ര ശക്തമായ തിരമാലകളായാലും അവ നിശ്ചിത പരിധിക്കപ്പുറം കടന്നു പോവുകയും ഇല്ല. ഭൂമിയുടെ ക്രസ്റ്റ്, കടൽ തീരം, തീരദേശ ഫോർമേഷൻ ഇവയൊക്കെ ഒരു നിശ്ചിത ബാലൻസിൽ നിലനിൽക്കുന്നു. ശതകങ്ങൾക്ക് മുൻപ് കടലിന്റെ ഉള്ളിൽ വഴികളുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. കടൽ ഒരു ജൈന്റ് വാട്ടർ മാസ് മാത്രമാണ് എന്നാണ് ചിന്തിച്ചിരുന്നത്. 1850 മാത്യു മൗറി എന്ന നാവികനാണ് ഈ വചനം വായിച്ച് സങ്കീർത്തനം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എന്ന ബൈബിൾ വാക്യം വായിച്ച് കടലിന്റെ ഉള്ളിൽ വഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടലിലൂടെ വഴിയുണ്ട് എങ്കിൽ അവ ഞാൻ കണ്ടെത്തും എന്നുള്ള ചിന്തയിൽ സമുദ്രമാർഗം സഞ്ചരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ലോകത്തിലെ സമുദ്രയാത്രയെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ ഒരു ബൈബിൾ വാക്യം വായിച്ചതിനാൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാനാകുമോ? ഇന്ന് ഓഷ്യൻ കറൻസ് ആണ് കാലാവസ്ഥ, മത്സ്യബന്ധനം, കപ്പൽ യാത്രകൾ, ജിയോ പൊളിറ്റിക്സ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു പുരാതന വചനത്തിലെ ഒരു പദം, വഴികൾ, ഉപയോഗിച്ച് ശാസ്ത്രം ഒരു പുതിയ ലോകം തന്നെ കണ്ടെത്തി. ഭൂമി അസാധാരണമായ ഒരു ഗ്രഹമാണ്. സൂര്യനിലേക്കുള്ള ദൂരം മുതൽ ജീവജാലങ്ങൾക്ക് അനുയോജ്യമായ എല്ലാ സിസ്റ്റങ്ങൾ വരെയും അത്ഭുതകരമായ കൃത്യതയോടെ ക്രമീകരിച്ചിരിക്കുന്നു. അതിലേറ്റവും വിചിത്രവും ശാസ്ത്രലോകം ഏറ്റവും അധികം പഠിക്കുന്ന ഘടകവുമാണ് വെള്ളം. ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബൈബിൾ ഈ ശാസ്ത്രീയ സത്യം വെളിപ്പെടുത്തിയിരുന്നു. ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവൻ ഭൂമിയെ സമുദ്രങ്ങളുടെ മേൽ വിരിച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. ഇന്നത്തെ ഗവേഷണങ്ങൾ പറയുന്നത് പോലെ ഭൂമിയിലെ ജീവന്റെ തുടർച്ചയ്ക്ക് ശാശ്വതമായി പ്രവർത്തിക്കുന്ന ജലചക്രം മറ്റൊരു ഗ്രഹത്തിലും ഇത്തരത്തിൽ കാണുവാൻ കഴിയുന്നതല്ല. മഴ പെയ്യുന്നു, വെള്ളമാവിയായി ഉയരുന്നു, വീണ്ടും മേഘങ്ങളാവുകയും അത് വീണ്ടും ഭൂമിയിലേക്ക് മഴയായി പെയ്യുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ ചക്രം ഒരു സൃഷ്ടാവിന്റെ ബുദ്ധിപ്രാപ്തിയുടെ തെളിവാണ്. അത് മാത്രമല്ല, ഭൂമി ഒരു ഉറച്ച അടിത്തറയിലല്ല നിൽക്കുന്നത്. ഭൂമിയുടെ പുറംപാളികൾ, ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നവ, താഴെയുള്ള സെമി ഫ്ലൂയിഡ് പാളിയായ അസ്നോസ്ഫിയറിന് മുകളിലൂടെ സൂക്ഷ്മമായി ചലിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. അതായത് ഭൂമി പാറകളുടെ മുകളിൽ അല്ലെങ്കിൽ പാറകളാൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പാളി മാത്രമല്ല, മറിച്ച് ദ്രവ പാളികൾക്കും
വെള്ളത്തിൻ്റെ ശക്തികൾക്കും മുകളിൽ സുസ്ഥിരമായി നിലനിൽക്കുന്ന ദൈവിക രൂപകൽപ്പനയായ ഒരു സംവിധാനമാണ്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന വചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. അവൻ ഭൂമിയെ ശൂന്യത്തിൽ നിർത്തിയിരിക്കുന്നു. തൂണുകളിലോ സ്തംഭങ്ങളിലോ ആശ്രയിക്കാതെ ആകാശത്തിന്റെ നടുവിൽ സ്വതന്ത്രമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഭൂമി. സൃഷ്ടാവിന്റെ കരങ്ങൾ അതിനെ ബലം കൊണ്ട് നിലനിർത്തുന്നു എന്ന് ബൈബിൾ നമ്മെ വെളിപ്പെടുത്തുന്നു. ഭൂമിയുടെ ഹൃദയത്തിൽ ഇരുമ്പും നിക്കലും കൊണ്ട് നിർമ്മിതമായ ഗർഭകേന്ദ്രം, അതിവിശേഷമായ മാഗ്നറ്റിക് ഷീൽഡ് രൂപപ്പെടുത്തുന്നു. സൂര്യനിൽ നിന്നുള്ള അപകടകരമായ വികിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ജീവൻ ഒരു നിമിഷം പോലും നിലനിൽക്കാൻ കഴിയുകയില്ല. അതിനാൽ ഭൂമിയുടെ ഓരോ ഘടനയും ഒരു സാധാരണ നിലവാരത്തിൽ യാദൃശ്ചികമായുള്ള ഫലമല്ല, മറിച്ച് ജീവന്റെ സംരക്ഷണത്തിനായി സൂക്ഷ്മമായി രൂപപ്പെടുത്തിയ ദൈവിക സംരക്ഷണം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. സൃഷ്ടിയുടെ ക്രമീകരണങ്ങളെല്ലാം കൂടി നാം നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം പറയുന്ന അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ബൈബിൾ പറഞ്ഞ സത്യങ്ങളായി ഒരിക്കലും പ്രതികൂലമായി നിൽക്കുന്നില്ല, മറിച്ച് അവയെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഓരോ പാളിയും ഓരോ ചക്രവും ഓരോ സിസ്റ്റവും മുൻപേ ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു രൂപകൽപ്പനയുണ്ട്. അതെ, സകലത്തിനും പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടെന്ന് ഉറപ്പാണ്. ശാസ്ത്രം ദൈവത്തെ നിരാകരിക്കുന്നില്ല. അത് നിരന്തരമായി ദൈവത്തിന്റെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമിയെക്കുറിച്ചുള്ള ബൈബിളിലെ വചനങ്ങൾ പഴയ കാലത്തെ ചിന്തകളിൽ നിന്നുള്ള കഥകളല്ല. ഭൂമിയുടെ വൃത്താകാരം, ഭൂമി ശൂന്യതയിൽ നിലനിൽക്കുന്നു, സമുദ്രങ്ങളുടെ അതിർത്തികൾ, കടൽ വഴികൾ, ഇവയൊക്കെ ഇന്നത്തെ മോഡേൺ സയൻസ് സ്ഥിരീകരിച്ച സത്യങ്ങളാണ്. ശാസ്ത്രം പഠിക്കുന്നു, ബൈബിൾ വെളിപ്പെടുത്തുന്നു. യുഗങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട വചനങ്ങൾ ഇന്നും പുതുമയോടെ നിലനിൽക്കും.